ഹലോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വരുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങളത് ചിലപ്പോൾ കളിയാക്കും. അതൊരു തമാശയായിട്ട് തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടോ, വെറുതെ പറയാണ്. അപ്പൊ ഒരു ഡോക്ടറെ നിങ്ങളോടത് ആ കാര്യം പറയുവാണെങ്കിലോ, അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാവും. ഒരു ഡോക്ടർ പറയുമ്പോൾ ഒരു വിശ്വാസമാവും, കാരണം ഡോക്ടറാണല്ലോ പറഞ്ഞത്. ശരി, ഡോക്ടർ തന്നെ പറയട്ടെ. പക്ഷെ എനിക്ക് അതിന്റെ മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മളെ ശരീരത്തിലുള്ള മസിലുകൾ ബലം ഉള്ളതായിരിക്കണം, നല്ല ടൈറ്റ് ഉള്ളതായിരിക്കണം. അത് പ്രായമാകുന്നതിനനുസരിച്ച് ലൂസാവും. ഈ ലൂസാകണ എങ്ങനെയാണ്? നമ്മൾ ശ്രദ്ധിക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് ലൂസാകുന്നത്. ഏകദേശം ഒരു 78 വയസ്സായിട്ടുണ്ട് അർണോൾഡ്. നിങ്ങൾക്കറിയാം അർണോൾഡ്. ഇന്നും അദ്ദേഹത്തിന്റെ ബോഡി ഫിറ്റാണ്. വയസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 10-28 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വയസ്സായല്ലോ. എന്നിട്ടും ആ മസിലുകൾ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബർത്ത്ഡേ വന്നൊരു വീഡിയോ കണ്ട് ഞാൻ അതിലാണ് അദ്ദേഹത്തിനെ കണ്ടത്. ചെറുപ്പത്തില് ധാരാളം വീഡിയോ അറിയാലോ, ആർണോൾഡിനെ അറിയാലോ. അപ്പൊ മസിലുകൾ ടൈറ്റ് ആക്കാൻ ജിമ്മിൽ തന്നെ പോണമെന്നില്ല. ജിമ്മിൽ പോവാതെ തന്നെ നമുക്ക് നമ്മുടെ മസിലുകളെ ടൈറ്റ് ആക്കി നിർത്താൻ കഴിഞ്ഞാൽ, എക്സസൈസിലൂടെ നമ്മുടെ ശരീരത്തിനെ നിർത്താൻ കഴിഞ്ഞാൽ, ഒരു പകുതി വരെ രോഗങ്ങൾ നമുക്ക് വരികയില്ല. അതിന്റെ ഉദാഹരണവും അതിന്റെ തെളിവുമാണ് എൻ്റെ ഈ വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മിസ്സാവാതെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഏതൊരു അറിവും വെറുതെ കിട്ടുന്നതാണ്. വെറുതെ കിട്ടുന്ന അറിവ് നമുക്ക് ഉപകാരമില്ലാത്തതാണ് എന്നല്ല ധരിക്കേണ്ടത്. കാരണം ഇന്ന് യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നമ്മൾ 500, 1000, 2000 കൊടുത്തിട്ട് ഓരോ ഡോക്ടറെ അടുത്ത് നിന്ന് കിട്ടേണ്ട ഓരോ വിവരങ്ങള് ഒരു ബട്ടൺ നെക്കി 5 മിനിറ്റോ 10 മിനിറ്റോ നോക്കിയാൽ മാത്രം നമുക്ക് ധാരാളം അറിവുകൾ കിട്ടും. ഈ അറിവുകൾ ഉപകാരമുള്ളതാണ് എന്ന് നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഉപകാരമുള്ളതാണെങ്കിൽ അതിനെ സ്വീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ ധാരാളം എക്സസൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം എക്സസൈസ് ഷോർട്ട് വീഡിയോയിലൂടെയും ലോങ് വീഡിയോയിലൂടെയും ഞാൻ ചെയ്ത് കാണിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആകുന്ന എക്സസൈസ്, നിരവധി എക്സസൈസ് കാണിക്കുന്നുണ്ട്, ഇനിയും കാണിക്കും. എനിക്കും എൻ്റെ ജോലിന്റെ തിരക്കിന്റെ അടിയിൽ കിട്ടുന്ന സമയത്താണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാറുള്ളത്. ഉടനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എക്സസൈസ് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോന്റെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്താൽ, ഷോർട്ട് വീഡിയോ, ലോങ് വീഡിയോ സെർച്ച് ചെയ്താൽ നിരവധി എക്സസൈസ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഷുഗർ മാറും. ഇനി അത് പറയുന്നത് ആരാണ്? ഒരു ഡോക്ടർ. അത് കേട്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ, ശരി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയും എക്സസൈസുകൾ ധാരാളം ഞാൻ കാണിക്കുന്നുണ്ട്. അതും കാണാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറയുന്നു. കാലിന്റെ മസില് ഒരു ഹാർട്ട് തന്നെയാണ്. അപ്പൊ നിരവധി രക്തക്കൊഴലുകളുടെ ആക്റ്റീവ് ആക്കുന്ന എക്സസൈസുകളാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ വീഡിയോ നീട്ടുന്നില്ല. നിങ്ങൾ ഈ ഡോക്ടറെ സംസാരം കേൾക്കുക. ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഞാൻ പുതിയൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവനും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ഹായ് ഓൾ, ഡോക്ടർ ഡാനിൽ സലീമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളടുത്ത് പറയുന്നത്. ആക്ച്വലി ഇത് ഞാൻ അറിഞ്ഞിട്ട് കുറച്ചു നാളായി. കുറെ ദിവസങ്ങളായിട്ട് ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാഫ് മസിൽ ഇല്ലേ, അതായത് നമ്മുടെ കാലിന്റെ പുറവശത്തുള്ള മസിൽ, അത് നല്ലോണം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസിനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയബറ്റീസ് വരാതിരിക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഡയബറ്റീസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാമെന്നുള്ള പഠനം വന്നിരിക്കുകയാണ്. ഒത്തിരി പഠനങ്ങളിൽ, ഒത്തിരി ആളുകളിൽ നടത്തിയ പഠനത്തിൽ വന്നിരിക്കുന്നത്, നമ്മുടെ ആ കാഫ് മസിൽ നല്ലോണം സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ,
ഡയബറ്റീസ് വരില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണ് ഈ കാഫ് മസിൽ. അത് നല്ല സ്ട്രോങ് ആവണം, നല്ല നല്ല ശക്തിയുള്ള ഒരു മസിലാക്കി എടുക്കണം. ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ട് തെളിയിച്ചിരിക്കുകയാണ് ഡയബറ്റീസ്. അപ്പൊ അത് എങ്ങനെയാണ് ഇത് ഒരു പ്രൊട്ടക്ഷൻ ഫാക്ടർ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. കാരണം ആരെങ്കിലും അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും. കാരണം കാഫ് മസിൽ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഡയബറ്റീസ് കൺട്രോൾ ആവുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും. അതിന്റെ കാരണം അവിടെ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഈ കാഫ് മസിൽസ് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്, സോളിയസ് മസിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ എന്നുള്ളൊരു സാധനം റെസിസ്റ്റൻസി പോകുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ മസിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. അപ്പൊ അതിനകത്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് മസിൽസ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മസിൽ തന്നെയാണ് കാഫ് മസിൽ. കാരണം ഏറ്റവും സിഗ്നിഫിക്കന്റ് മസിലാണ്. നമ്മൾ നടക്കുന്ന സമയത്തും സ്റ്റെപ്പ് കയറുന്ന സമയത്തും എല്ലാം കോൺട്രാക്ട് ആവുന്നതും റിലാക്സ് ആവുന്നതും മസിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു സെക്കൻഡ് ഹാർട്ടാണ്, അത് ഇങ്ങനെ കോൺട്രാക്ട് ആണ്. ശരിക്കും ഹാർട്ട് എന്താ ചെയ്യുന്നത്, ബ്ലഡ് ആ ഹാർട്ടിലുള്ള ബ്ലഡ് കംപ്ലീറ്റ് ഉള്ളവിടെ എത്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാഫിലുള്ള മസിൽ കോൺട്രാക്ട് ആവുന്ന സമയത്ത് കാലിലുള്ള മൊത്തം ബ്ലഡ് മുകളിലോട്ട് വരികയാണ്. അപ്പൊ ഇത് കൊണ്ട് തന്നെ ഈ കാഫ് മസിൽ വളരെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ഒരു ഗുണമായിട്ട് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡയബറ്റീസിനെ പ്രിവെന്റ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ ഡയബറ്റീസിനെ കൺട്രോൾ ആക്കും എന്നുള്ള പഠനം. ഇത് എനിക്കറിയാമെങ്കിൽ ആക്ച്വലി നിങ്ങളടുത്ത് പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. കാരണം എത്രയോ ആളുകൾ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. എത്രയോ ഡയബറ്റീസ് കാരണം ബുദ്ധിമുട്ടുന്ന പല ആളുകൾക്കും ഇതൊരു സഹായമാവും.